ഇന്റർഡിസിപ്ലിനറി നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ, ഫിലോസഫി ആൻഡ് സൈക്കോളജി എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോണത്. ആദ്യം ഇന്റർഡിസിപ്ലിനറി നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്താ? വിദ്യാഭ്യാസം ഒറ്റക്ക് നിൽക്കുന്ന ഒരു വിഷയമല്ല. അത് പല വിഷയങ്ങളിൽ നിന്നും സഹായം തേടുകയും അല്ലെങ്കിൽ അതിൽ നിന്നുള്ള കണ്ടന്റൊക്കെ ഉൾക്കൊണ്ടിട്ടാണ് എഡ്യൂക്കേഷൻ ആവുന്നത്. അതായത് ഫിലോസഫി, സൈക്കോളജി, സോഷ്യോളജി, സയൻസ്, എക്കണോമിക്, ഹിസ്റ്ററി, ഇവയിൽ നിന്ന് ഇത് മാത്രമല്ല പല വിഷയങ്ങളിൽ നിന്നും ആശയങ്ങൾ സ്വീകരിച്ചു അല്ലെങ്കിൽ സഹായം തേടിയിട്ടൊക്കെയാണ് എഡ്യൂക്കേഷൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇന്റർഡിസിപ്ലിനറി സമീപനം പഴയ കാലത്തെ വിഷയങ്ങളുടെ അതിർവരമ്പുകൾ ഭേദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുമ്പ് നമുക്ക് ഇപ്പൊ മാത്സിൽ എന്തായിരുന്നു, എണ്ണങ്ങളും കൂട്ടല് കുറക്കല് മാത്രമാണ്. പക്ഷെ ഇന്നത്തെ കാലത്തെ മാത്സിൽ അത് മാത്രല്ല പറയണത്. കൂട്ടൽ കുറക്കലിനും അപ്പുറം പണമിടപാട്, ശതമാനം കാണല്, അങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സമയം മനസ്സിലാക്കാന്, അങ്ങനെ ധാരാളം കാര്യങ്ങൾക്ക് മാത്സ് ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് സയൻസ് പ്രകൃതിയെ പറ്റി അറിയാനും പിന്നെ പരീക്ഷണങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു സംഭവമായിരുന്നു സയൻസ്. പക്ഷെ ഇന്നത്തെ കാലത്ത് പുസ്തകങ്ങളിൽ ഒതുങ്ങിക്കൂടാതെ ടെക്നോളജി, മെഡിക്കൽ, പരിസ്ഥിതി, അങ്ങനെ എല്ലാ കാര്യങ്ങളും സയൻസിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ ഇന്റർഡിസിപ്ലിനറി നേച്ചർ എഡ്യൂക്കേഷനെ സമ്പന്നവും വൈജ്ഞാന ശക്തിപ്പെടുത്തലും ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഇപ്പൊ നമ്മൾ പറയുന്നത് ഫിലോസഫി, സൈക്കോളജിയാണ്. അത് എഡ്യൂക്കേഷന് എന്തൊക്കെ നൽകുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. എങ്ങനെ എഡ്യൂക്കേഷനെ ഇന്റർഡിസിപ്ലിനറി ഫിലോസഫിയും സൈക്കോളജി ആക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഓരോ വിഷയവും വിദ്യാഭ്യാസത്തിന് പ്രധാനമായിട്ട് എന്തെങ്കിലും നൽകുന്നുണ്ട്. ഇപ്പൊ ഫിലോസഫി എന്താ നൽകണമെന്ന് വെച്ചാല് വിദ്യാഭ്യാസത്തിന് ലക്ഷ്യവും മൂല്യവും ഫിലോസഫി നൽകുന്നുണ്ട്. സൈക്കോളജി വിദ്യാർത്ഥികൾ എങ്ങനെ പഠിക്കുന്നു, എങ്ങനെ വളരുന്നു എന്നെല്ലാം സൈക്കോളജി വിശദമാക്കുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ വിദ്യാഭ്യാസം പൂർണ്ണവും അർത്ഥവത്തുമാകാൻ നിരവധി വിഷയങ്ങളിൽ നിന്നുള്ള സഹായം, അതായത് ഇന്റർഡിസിപ്ലിനറി സഹായം എഡ്യൂക്കേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് ഇതിനെ ഇന്റർഡിസിപ്ലിനറി എന്ന് എഡ്യൂക്കേഷൻ നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത് പറയാൻ പോണത് എഡ്യൂക്കേഷൻ ആൻഡ് ഫിലോസഫി എന്നുള്ളതാണ്. ഫിലോസഫി എല്ലാ ശാസ്ത്രങ്ങളുടെയും മാതാവാണ്. ഫിലോസഫി വിദ്യാഭ്യാസത്തിന് ലക്ഷ്യവും മൂല്യവും ദിശാബോധം എല്ലാം നൽകുന്നുണ്ട്. തത്വചിന്ത വിദ്യാഭ്യാസത്തെ നയിക്കുന്നു. ഇപ്പൊ തത്വചിന്ത, ഫിലോസഫിയാണ് എഡ്യൂക്കേഷനെ നയിക്കുന്നത്. നാം എന്തിനെ പഠിക്കുന്നു, നമ്മൾ എന്തിനാ പഠിക്കണം, എന്തിനാ പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണം, പിന്നെ ഏത് തരമുള്ള വ്യക്തിയെയാണ് വാർത്തെടുക്കേണ്ടത് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഫിലോസഫിയിലുള്ളത്. ജോൺ ഡ്യൂവി അദ്ദേഹത്തിൻ്റെ ഒരു തോട്ട് പറയുന്നുണ്ട്. ഫിലോസഫിപരമായ എന്താ പറയുക, ഗുണങ്ങള് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണശാലയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നുണ്ട്. ഫിലോസഫി അറിവിനെ നൽകുന്നു. എഡ്യൂക്കേഷൻ ആ അറിവിനെ കൈമാറ്റം ചെയ്യുന്നു. അതായത് ഫിലോസഫി പറയണ കാര്യങ്ങൾ എഡ്യൂക്കേഷനിലൂടെ നമ്മളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. തത്വചിന്ത ജീവിത രീതിയാണ്. പക്ഷെ ആ എഡ്യൂക്കേഷൻ ജീവിതത്തിലേക്കുള്ള ഒരുക്കമാണ്. അതായത് ഫിലോസഫിയാണ് ജീവിതം. ആ ജീവിതത്തിലേക്ക് നമ്മളെ തയ്യാറാക്കലാണ് എഡ്യൂക്കേഷന്. അപ്പോൾ
വിദ്യാഭ്യാസം തത്വചിന്തയുടെ പ്രായോഗിക വശമാണ്. തത്വചിന്ത എന്താ ഇപ്പോൾ തത്വചിന്ത ഉദ്ദേശിക്കുകയാണ് നല്ലൊരു സ്വഭാവം ഉണ്ടാക്കുക എന്നതാണ് ഫിലോസഫിയിലൂടെ പറയുന്നതെന്ന് വെച്ചെങ്കിൽ ആ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനിലൂടെ നല്ല സ്വഭാവം ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുക. നല്ല സ്വഭാവം കുട്ടികളെ വളർത്തിയെടുക്കുക എന്നതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് ഫിലോസഫി പറയുകയെങ്കിൽ ആ നല്ല സ്വഭാവമുള്ള വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കലാണ് എഡ്യൂക്കേഷൻ കൊണ്ടുള്ള ഉദ്ദേശം. ചുരുക്കത്തിൽ തത്വചിന്ത വിദ്യാഭ്യാസത്തിൻ്റെ സിദ്ധാന്തമാണ്. വിദ്യാഭ്യാസം തത്വചിന്തയുടെ പ്രയോഗമാണ്. തത്വചിന്തയിലൂടെയാണ് നമ്മൾ എന്താവണം എന്ന് പറയണത്. അത് ആക്കലാണ് വിദ്യാഭ്യാസത്തിലൂടെയുള്ള പ്രവർത്തനം. അപ്പോൾ ഒരു കുട്ടി നല്ല സ്വഭാവം രൂപീകരിക്കലാണ് ഫിലോസഫി പറയണത്. ഒരു കുട്ടി നല്ല സ്വഭാവം രൂപീകരിക്കലാണ് വേണ്ടത് എന്നുള്ളതാണ് ഫിലോസഫിയുടെ കാഴ്ചപ്പാടെന്ന് വെച്ചെങ്കിൽ അത് ആ വിദ്യാർത്ഥിയെ നല്ല കുട്ടിയാക്കലാണ് എഡ്യൂക്കേഷനിലൂടെ ചെയ്യണത്. ഇനി എഡ്യൂക്കേഷൻ ആൻഡ് സൈക്കോളജി എന്നുള്ള ഭാഗം പറയുന്നത്. ശരിക്കും സൈക്കോളജി എന്താന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ആൾക്കാരെങ്ങനെയാണ് ചിന്തിക്കണത് അല്ലെങ്കിൽ ആൾക്കാരെങ്ങനെയാണ് പെരുമാറുന്നത്, ഈ സാഹചര്യത്തിനനുസരിച്ച് എങ്ങനെ പെരുമാറുന്നു എന്നതിനൊക്കെ കുറിച്ച് അറിയാനാണ് ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ സൈക്കോളജീനെ നമ്മൾ പറയുക. പക്ഷെ എഡ്യൂക്കേഷനിൽ സൈക്കോളജി വരുമ്പോൾ ഒരു വിദ്യാർത്ഥി എങ്ങനെ പഠിക്കുന്നു, എങ്ങനെ വളരുന്നു, എന്താണ് ആ കുട്ടി ഈ ഏജ് ഗ്രൂപ്പിൽ എന്താണ് ആ കുട്ടി ചിന്തിക്കുന്നത്, ഇതിനൊക്കെ കുറിച്ച് അറിയലാണ് എഡ്യൂക്കേഷനിൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ. ഇപ്പോൾ സൈക്കോളജി പിന്തുടരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അധ്യാപന രീതി. സൈക്കോളജിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഒരു ക്ലാസ് കൊണ്ടുപോകേണ്ടത്, കരിക്കുലം എങ്ങനെ വികസിപ്പിക്കണം, ക്ലാസ് റൂം എങ്ങനെ മാനേജ് ചെയ്യണം. ഇപ്പോൾ ഒരു കുട്ടികൾ നന്നായി ഓളിയിടുകയെങ്കിൽ ഇപ്പം ആകെ ഒരു ക്ലാസ്സിൽ കച്ചറയെങ്കിൽ അത് സൈക്കോളജിപരമായിട്ട് നമ്മളത് എങ്ങനെ നേരിടും, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ സൈക്കോളജിയിൽ പറയുന്നുണ്ട്. അതാണ് എഡ്യൂക്കേഷനിൽ സൈക്കോളജി വരുമ്പോൾ. അതുപോലെ സ്പെഷ്യൽ എഡ്യൂക്കേഷനുള്ള കുട്ടികൾ, പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ, ഇതിനൊക്കെ കുറിച്ചിട്ട് സൈക്കോളജിയിൽ വിദ്യാഭ്യാസത്തിൽ സൈക്കോളജി വരുമ്പോൾ ഇതൊക്കെയാണ് പറയണത്. എഡ്യൂക്കേഷണൽ സൈക്കോളജി എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ കോഗ്നിറ്റീവ് സയൻസും പിന്നെ ലേണിംഗ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ ആൻസർ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ആൻസർ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പത്താമത്തെ ക്വസ്റ്റ്യൻ.